ഹലോ. ഇപ്പം ആമ്പലിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നല്ലേ? കാരണം ഞങ്ങളൊരു ആമ്പൽ പാടത്തിൻ്റെ സൈഡിലൂടെ പോകുമ്പം ആമ്പലൊന്നും വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ചെറിയ ചെറിയ ആമ്പൽസാട്ടോ കണ്ടത്. ഞങ്ങളിത് പോകുന്നത് കണ്ണൂർക്കാണ് പോകുന്നത്. അപ്പോൾ കണ്ണൂർക്ക് പോകുമ്പം ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള എന്താ പറയുക ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സൈഡ് എടുത്ത് പോയത് കേട്ടോ. അപ്പം കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഉച്ചയായപ്പം ഭക്ഷണം കഴിക്കണ്ടേ എന്നുള്ളൊരു ചിന്ത വന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു സീ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സീ ഫുഡ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്കാണ് റാന്തൽ കണ്ടത്. അപ്പോൾ റാന്തൽ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടേ ഉള്ളൊരു അട്രാക്ഷനുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ കണ്ടത് നമ്മുടെ ഒരു തോണിയിൽ നിറച്ചും മീൻ വെച്ചിട്ട് അതിൽ നിറച്ചും ഐസൊക്കെ വെച്ച കാഴ്ചയാണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് കേട്ടോ. എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് അവർ ലൈവായിട്ട് ഫിഷ് കൊടുക്കുന്നതാണ്, പൊരിച്ച് കൊടുക്കാനൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ അവരവിടെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കുക എന്നുള്ള ഇതിൽ ഉള്ളിൽ മഴയൊക്കെ ഇരിക്കുന്ന മഴയുടെ സൈഡിൽ തന്നെയൊക്കെ പോയിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു മോനൊരേ നിർബന്ധം ഫ്രൈഡ് റൈസ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൈഡ് റൈസ്, എന്നെപ്പോലെ തന്നെ. അപ്പം ഫ്രൈഡ് റൈസ് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും സീ ഫുഡ് കഴിക്കാൻ ഒരു ചട്ടിച്ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയിരുന്നത്. അപ്പം അവിടെ ജസ്റ്റ് ചോദിച്ചപ്പം ചട്ടിച്ചോറുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ ചട്ടിച്ചോറിന് ഓർഡർ ചെയ്തില്ല. അപ്പോൾ ഓർഡർ ചെയ്ത് ചട്ടിച്ചോറ് വന്നു കേട്ടോ. അപ്പോൾ ചട്ടിച്ചോറ് വന്നപ്പം അതിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ സാധാരണ ചട്ടിച്ചോറ് കണ്ടത് ശരിക്കും ഒരു കറി വെക്കുന്ന ചട്ടിയിലെ പോലെ, പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു പ്ലേറ്റ് മോഡലുള്ള ഒരു ചട്ടിയിലാണ് വന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു വിസ്താരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മീൻ പൊരിച്ചതുണ്ട്, മുട്ടയുണ്ട്, കൊണ്ടാട്ടമുണ്ട്, മീൻ കറിയായിട്ട് മീൻ കറിയാണ്. സാമ്പാറോ വേറെ കറികളൊന്നുമില്ല. ചമ്മന്തിയുണ്ട്, പച്ചടിയുണ്ട്, പപ്പടം, മുട്ട പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, ബീഫ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പായസവും, അടിപൊളി പായസവും, അതുപോലെ മോരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം നമ്മളത് ഫുഡെല്ലാം കഴിച്ചു. എനിക്ക് ആ മീൻകറി അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താണെന്നല്ല എന്തോരം ടേസ്റ്റ് വ്യത്യാസം എനിക്കത്ര ഇഷ്ടമില്ല. ഞാൻ പിന്നെ കുറച്ചൊക്കെ കഴിച്ചു, ബാക്കി സൈഡിലേക്ക് അങ്ങ് ആക്കി. ബാക്കിയുള്ള ബീഫും കാര്യങ്ങളൊക്കെ കൂട്ടി, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ട് അതൊക്കെ കൂട്ടി നന്നായിട്ട് ഞാൻ കഴിച്ചു. അപ്പം ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിലീഷ്യസ് എന്ന് പറയാൻ മാത്രം എനിക്ക് തോന്നിയില്ല. പക്ഷേ നമുക്ക് തിന്നാൻ പറ്റാത്ത പോലത്തെ അല്ല, ഫുഡ് നല്ലതായിരുന്നു. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, എക്സലൻ്റാ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയണമല്ലോ. എപ്പോഴും ഞാൻ പറയാറ് തലശ്ശേരി സീ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് ചട്ടിച്ചോറ് കഴിക്കണമെന്ന്. അപ്പം ഫസ്റ്റ് ടൈം ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫോളോയിങ് വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയതിന് ശേഷം. അപ്പം ഫോളോ ചെയ്ത് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് വീണ്ടും കാത്തിരിക്കാം.